വലൈക്കും വറഹ്മത്തുള്ളാ. നമ്മുടെയൊക്കെ ജീവിതത്തിൽ പിശാജ് ഇടപെടുന്ന ഒരുപാട് രംഗങ്ങളുണ്ട്. പലപ്പോഴും പിശാജ് ഡയറക്റ്റ് ആയിട്ടല്ല നമ്മുടെ ജീവിതത്തിൽ എൻ്റർ ചെയ്യുക. നമ്മുടെ പ്രവർത്തനങ്ങളിൽ, നമ്മുടെ വിശ്വാസത്തിൽ, നമ്മുടെ കർമ്മങ്ങളിൽ ഒക്കെ അവന്റെ ഇടപെടലുകളുണ്ട്. പ്രത്യേകിച്ച് മനുഷ്യന്റെ ജീവിതത്തിലേക്ക് അവൻ പ്രവേശിക്കുന്ന ഒന്നാമത്തെ കവാടം എന്ന് പറഞ്ഞാൽ കോപിക്കുന്ന വേളയിലാണ്. അല്ലെ, നമ്മളൊക്കെ പലപ്പോഴും ദേഷ്യപ്പെടാറുണ്ട്. ദേഷ്യം ബിയോണ്ട് അവർ കൺട്രോൾ, നമ്മുടെ നിയന്ത്രണത്തിൽ നിന്ന് അപ്പുറമുള്ള അവസ്ഥയിലേക്ക് പോയിട്ട് കൊലപാതകങ്ങൾ പോലും ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നു. പിശാചിന്റെ ഏറ്റവും വലിയ ഇടപെടലാണ് കോപം. അതുകൊണ്ടാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്നിധിയിൽ വന്ന് ഒരാൾ ഉപദേശം ചോദിക്കുന്നുണ്ട്, പ്രവാചകരെ താങ്കൾ എന്നെ ഉപദേശിക്കൂ. അപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് പറയുന്ന 3 വട്ടം പറയുന്ന ഉപദേശം, ലാ തഗ്ളബ്, നീ കോപിക്കരുത്. കോപം എന്നുള്ളത് പൈശാചികതയിൽ നിന്നുള്ളതാണ്. അതുകൊണ്ട് കോപം നിയന്ത്രിക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. 2 എന്നുള്ളത് അസൂയ ഉണ്ടാവുക, അല്ലെ, മറ്റുള്ളവരുടെ പുരോഗതിയിൽ, വികസനത്തിൽ, നേട്ടങ്ങളിൽ നമുക്ക് അസൂയ ജനിപ്പിക്കുക എന്നുള്ളത് പിശാച് ഇടപെടുന്ന രണ്ടാമത്തെ കവാടമാണ്. അതുപോലെ തന്നെ ഇന്നത്തെ കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് വയറ് നിറച്ചുള്ള ഭക്ഷണം, അല്ലെ, പണ്ടൊക്കെ നമുക്ക് ദാരിദ്ര്യം ഉണ്ടായിരുന്നു, പട്ടിണി ഉണ്ടായിരുന്നു. ഇന്ന് കുട്ടികളെ സംബന്ധിച്ചിടത്തോളം, മുതിർന്നവരെ സംബന്ധിച്ചിടത്തോളം ഇഷ്ടം പോലെ ഭക്ഷണം കിട്ടുന്നു. അതുകൊണ്ട് തന്നെ ഇഷ്ടം പോലെ ഫുഡ് നമ്മൾ കഴിക്കുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ട് തിന്മ ചെയ്യാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. കാരണം വേറെ പ്രയാസങ്ങളൊന്നുമില്ല. ഈ വയറ് നിറച്ചുള്ള ഭക്ഷണം എന്നുള്ളത് പിശാച് ഇടപെടാൻ സാധ്യതയുള്ള മൂന്നാമത്തെ രംഗമാണ്. 4ാമത് എന്ന് പറഞ്ഞാൽ അൽ അജ്ലത്തു മിന ശൈത്വാൻ, ധൃതി എന്നുള്ളത് പൈശാചികതയുടെ കവാടാണ്. ഏതൊരു കാര്യത്തിലും അവധാനത ഉണ്ടാവണം എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നുണ്ട്. നിസ്കരിക്കാൻ വേണ്ടിയിട്ട് പള്ളിയിലേക്ക് വരുമ്പോൾ ധൃതിയിൽ ഓടി നിസ്കാരത്തിൽ തുടരുന്ന ആളുകളുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അത് വിലക്കിയിട്ടുണ്ട്. എന്തുകൊണ്ടാണ്? ധൃതി എന്നുള്ളത് യഥാർത്ഥത്തിൽ പൈശാചികതയാണ്. 4ാമത്തത് അത്യാഗ്രഹം ഉണ്ടാവുക. സമ്പത്തുണ്ട്, ഇനിയും വാരിക്കൂട്ടണം. ഈ ഒരു അത്യാഗ്രഹം മനുഷ്യന്റെ മനസ്സിലേക്ക് കടത്തിവിടാനും അവന്റെ ചെയ്തികൾ മോശപ്പെട്ട അവസ്ഥയിലേക്ക് കൊണ്ടുപോകാനും പിശാച് പരിശ്രമിക്കും. അതുപോലെ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ കണ്ണുകൾ, പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത് നമ്മൾ നിയന്ത്രിക്കേണ്ടത് കണ്ണുകൾ കൊണ്ടാണ് പല തിന്മകളും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇന്ന് പോൺ വീഡിയോസ് ഒക്കെ സ്ഥിരമായിട്ട് കാണുന്ന ആളുകളുണ്ട്. ഒരു എഡിക്ഷൻ സ്റ്റാറ്റസിലേക്കാണ് അവർ പോകുന്നത്. ഈ കണ്ണ് വ്യഭിചരിക്കുന്നു എന്ന് പറയുമ്പോൾ കണ്ണ് എന്നുള്ളത് പിശാചിന്റെ കവാടാണ്. മോശപ്പെട്ട കാര്യങ്ങൾ കേൾക്കുക എന്നുള്ളത് ചെവി ഉപയോഗപ്പെടുത്തുന്നു. അപ്പൊ ചെവി എന്നുള്ളത് പൈശാചികമായിട്ടുള്ള പ്രേരണക്കുള്ള ഒരു ഉപകരണമായി മാറുന്ന ഘട്ടത്തിൽ പിശാച് നമ്മുടെ ജീവിതത്തിൽ ഇടപെടും. അതുപോലെ തന്നെ നമ്മുടെ നാവ്, മോശപ്പെട്ട കാര്യങ്ങൾ സംസാരിക്കുക, ചീത്ത പറയുക, അല്ലെങ്കിൽ കളവ് പറയുക, ഇതൊക്കെ തന്നെ തിന്മയാണ്. ഇവിടെയും പിശാചിന്റെ ഇടപെടലുണ്ട്. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ മൊത്തത്തിൽ പിശാച് അവന്റെ ഇടപെടൽ നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ അറിയേണ്ടത്.